ജനതാ പാർട്ടികളുടെ യോജിപ്പിന് എം.പി. വീരേന്ദ്രകുമാർ മുന്നിട്ടിറങ്ങിയത് ഏറെ സന്തോഷിപ്പിക്കുന്നതായി ജനതാദൾ എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടി. വീരേന്ദ്രകുമാറിന് ഏറെക്കാലം കോൺഗ്രസുമായി യോജിച്ചു പോകാനാവില്ലെന്നും അദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ജനതാദൾ എസിന് എതിർപ്പില്ലെന്നും കൃഷ്ണൻകുട്ടി റിപ്പോർട്ടറോട് പറഞ്ഞു. കോൺഗ്രസിനെയും ബി.ജെ.പിയും നേരിടുന്നതിനായി ദേശീയതലത്തിൽ ഭിന്നിച്ചു നിന്നിരുന്ന ജനതാ പാർട്ടികളെ യോജിപ്പിക്കുന്നതിന് വീരേന്ദ്രകുമാർ തന്നെ മുന്നിട്ടിറങ്ങിയത് ഏറെ സന്തോഷിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ കെ കൃഷ്ണൻകുട്ടി ജനതാദൾ യുണൈറ്റഡിന്റെയും സോഷ്യലിസ്റ്റ് ജനതയുടെയും ലയന തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി വ്യക്തമാക്കി. ഈ യോജിപ്പിൻ്റെ ഒരു മേഖല കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് പഴയ സോഷ്യലിസ്റ്റ് ആശയക്കാരെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ടത്, കോൺഗ്രസിൻ്റെയും ബി.ജെ.പിൻ്റെയും നയത്തിനെതിരായി ഒന്നിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം അവിടെ പോയാലും ഈ കോൺഗ്രസ് ഐക്കും ബി.ജെ.പിക്കും എതിരായിട്ടുള്ള നിലപാടിൽ നിൽക്കണമല്ലോ. അതിനുവേണ്ടിയാണ് മുന്നണി ഉണ്ടാക്കുന്നത്. അതിൽ അദ്ദേഹം നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് അധികകാലം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വീരേന്ദ്രകുമാർ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ പ്രബല ജനതാ പാർട്ടിയായ ജനതാദൾ എസ് അത് സ്വാഗതം ചെയ്യുമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോരാടം, അതുമാത്രമല്ല ഇടതുപക്ഷ കക്ഷികളുമായി യോജിച്ച് തന്നെ നിന്ന് പോരാടണമല്ലോ. എന്നാലേ ഇവരെ എതിർക്കാൻ പറ്റുള്ളൂ. അത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്, നാട്ടിൽ സാധാരണക്കാരുടെ ആവശ്യമാണ്. വീരേന്ദ്രകുമാറിനെ പോലെ ഒരാൾക്ക് ഏറെക്കാലം കോൺഗ്രസിൽ തുടരാൻ കഴിയില്ല. ജനതാ പാർട്ടികളുടെ യോജിപ്പ് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. റിപ്പോർട്ടർ, പാലക്കാട്.